പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസുഖബാധിതനായി ഇരിപ്പിലാണ്, കിടപ്പിലായിരുന്നു. അങ്ങേയറ്റം ബോറടിച്ചിട്ട് 2 വർത്തമാനം പറയാമെന്ന് കരുതി. ശബ്ദത്തിൽ നേരിയ വ്യത്യാസമുണ്ടാകും, ക്ഷമിക്കണം. ഊർജ്ജസ്വലത വളരെ കുറവാണ്. തിരഞ്ഞെടുപ്പ് കാലമാണ്, അതിനെക്കുറിച്ചാണ് 2 വർത്തമാനം. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും വോട്ട് ചെയ്യരുത് എന്നാണ് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എൻ്റെ തീരുമാനത്തിൽ ഇപ്പോൾ നേരിയ വ്യത്യാസമുണ്ട്. തീർത്തും വ്യത്യാസമെന്ന് പറയാനൊക്കത്തില്ല. അതാർക്ക് വോട്ട് ചെയ്യുമെന്നുള്ളത് ഞാൻ വഴിയേ പറയാൻ മടിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത്? നമുക്ക് ഇന്ത്യയെ ഭരിക്കുന്ന ഭരണകക്ഷി, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷി, കേരളം ഭരിക്കുന്ന ഭരണകക്ഷി, സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ BJP, ഇവരെക്കുറിച്ചുള്ള എൻ്റെ ധാരണ, ഇവർക്കൊക്കെ മാർക്ക് നൽകാമെങ്കിൽ ഞാൻ നൽകുക മൈനസ് മാർക്കായിരിക്കും. എന്നുവെച്ച് രാഷ്ട്രീയം വേണ്ട എന്ന് ഞാൻ പറയില്ല. രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ പ്രവൃത്തിക്ക് സ്ഥാനമുണ്ടാകണം. അല്ലെങ്കിൽ അടുത്ത 5 വർഷമോ അല്ലെങ്കിൽ നിതാന്തമായി തന്നെ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കാൻ ഇടയുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിക്കാതെ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി എന്തിനാണ് BJPയിൽ ചേക്കേറി തൃശ്ശൂരിൽ മത്സരിക്കുന്നത്? എൻ്റെ കറകളഞ്ഞ അഭിപ്രായത്തിൽ 2 കാരണങ്ങളാണ്. അതിൽ അതിപ്രധാനമായ കാരണം അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് കോട്ടം തട്ടി തുടങ്ങി. പ്രായാധിക്യം അത് ഒഴിവാക്കാനൊക്കാത്ത ഒന്നാണ്. അപ്പം അത് നിലനിർത്തണം. പിന്നെ ധനസമ്പാദനം, കോടികളുടെ അധിപതിയാണ്. അത് തിരഞ്ഞെടുപ്പ് വേളയിൽ കാണാൻ സാധിക്കും. പിന്നെ പ്രധാനമായി ഉന്നയിക്കേണ്ട ചോദ്യം, സുരേഷ് ഗോപിക്ക് തൃശ്ശൂർക്കാരോട്, മലയാളികളോട് എന്താ ഇത്ര പ്രേമം? ഈ മത്സരിക്കുന്ന 20 കക്ഷികൾ സ്ഥാനാർത്ഥികളോട് എൻ്റെ ചോദ്യം അതുതന്നെയാണ്. അതിൽ നല്ല പശു നല്ല പാല് തരും എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇത് പറയുമ്പോൾ എന്നെ മെക്കിട്ട് കയറാൻ പലരും ഉണ്ടാകും. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനിത് പറയും. മൈക്ക് മാറിപ്പോയതുകൊണ്ടാണ്, സൗണ്ട് കുറവുമാണല്ലോ. അപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രം. അയാൾ നാട്ടുകാർക്ക് വേണ്ടി മത്സരിക്കണമെങ്കിൽ എന്തു ചെയ്യണം? അയാൾ മിനിമം നമ്മുടെ തമിഴ്നാട്ടിലെ നടന്മാർ ചെയ്തതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാമായിരുന്നു. പമ്പൻ പരാജയമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ അപ്പോഴും ഒരു സ്റ്റാൻഡപ്പ് ഉണ്ട്. എന്താ അത്? വർഗീയ കക്ഷിയെ താൻ താലോലിക്കില്ല എന്ന ഒരു തീരുമാനം. അതില്ലാത്ത ഒരാൾക്ക് മനുഷ്യസ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക? അത് വിശ്വസിക്കാൻ ആളുണ്ടാവും. അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ്. ഇപ്പം എല്ലാ പാർട്ടിയും അഴിമതി വീരന്മാരാണ്. മുക്തമായ പാർട്ടികൾ അല്ല. പാർട്ടി അംഗങ്ങൾ വളരെ കുറച്ച് പേർ ഉണ്ടാകാം, മഠയന്മാർ. അതുകൊണ്ട് ഒഴുക്കിനൊത്ത് നീന്തി തൻ്റെ പേരും പ്രശസ്തിയും കൂട്ടാനുള്ള ഈ വമ്പിച്ച കോലാഹലത്തിനിടയ്ക്ക് കാട്ടിക്കൂട്ടുന്ന ഉമ്മാക്കിക്കളികൾ ഈ രാജ്യത്ത് ന്യൂനപക്ഷമാണെങ്കിലും ചിന്തിക്കുന്ന കുറേ ആളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അലട്ടുന്നില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ
എന്താ പറയുക, സ്വയ ഇംഗിതം നടക്കണമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ജയിക്കുമോ എനിക്കറിയില്ല. ജയിക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പകരം ആര് ജയിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കുത്തരമില്ല. അതൊക്കെ ഒരു കാര്യം പറയട്ടെ, ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കും എന്ന് പ്രവചിക്കാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം എനിക്കില്ല. അല്പം പേടി കൊണ്ടാണ്. കാര്യം പ്രവചിച്ചു കഴിഞ്ഞാൽ നാറും. ഒരുപാട് ഈ പ്രവചന വീരന്മാരും അന്തിച്ചർച്ച മേലാളന്മാരും അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ച. ഇവർക്കൊക്കെ നമ്മുടെ തലച്ചോറിനകത്ത് എന്താ പറയുക, ബ്ലൂടൂത്ത് ഘടിപ്പിച്ച് വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിവുണ്ട് എന്ന് തോന്നിപ്പോകും. പിന്നെ ജാതി മത സമവാക്യങ്ങളെക്കുറിച്ച് പറയുന്നതൊന്നും തള്ളിക്കളയാൻ ആവില്ല. അപ്പം അങ്ങനെ തൃശ്ശൂർ. നമുക്ക് പിന്നീട് പത്തനംതിട്ടയിലേക്ക് വരാം. ഞാൻ ആദ്യം BJP തന്നെയാണ് പറയുന്നത്. കാര്യം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അഴിമതി മുച്ചൂട് നിർത്തുകയും ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് തുലയ്ക്കുകയും എന്ത് വൃത്തികേട് കാണിക്കുന്നവനും പണം നൽകി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കുന്ന, കളവുകൾ മാത്രം പറയുന്ന, കളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന, അതിലേറെ രാജ്യത്തിന് അപകടകരമായ രീതിയിൽ വർഗീയത വളർത്തുകയും താലോലിക്കുകയും പെരുപ്പിക്കുകയും ചെയ്യുന്ന കക്ഷി എന്ന നിലയ്ക്ക് അവരെ ഒന്നാമത്തെ എതിർക്കപ്പെടേണ്ട ആളുകളായി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നു. മറിച്ചുള്ള BJP സുഹൃത്തുക്കളുടെ അഭിപ്രായത്തെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് മാനിക്കണം. അതുകൊണ്ട് നമുക്ക് അനിൽ ആൻ്റണിയിലേക്ക് വരാം. അനിൽ ആൻ്റണി രാഷ്ട്രീയത്തിലേക്ക് വന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മേരി മാത പറഞ്ഞത് ഒരു ദിവ്യഗർഭം പോലെയാണ്. സ്വപ്നം കണ്ടു, BJP വിളിക്കും, ചെല്ലണം. കോൺഗ്രസ്സിനകത്ത് നല്ല സ്ഥാനമുണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസ് ക്ഷയിക്കുന്നു എന്ന് മറ്റാരെക്കാളും കോൺഗ്രസ്സുകാർക്ക് നന്നായി അറിയാം. അപ്പം കളം മാറ്റി ചവിട്ടിയേ പറ്റൂ. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. സുരേഷ് ഗോപി ആയാലും അനിൽ ആൻ്റണി ആയാലും പ്രചരണ വേളകളിൽ അവരുടെ അവരുടെ അട്ടഹാസം നിറഞ്ഞ ഡാൻസ് ശരീരമാകെ കുലുക്കി ആവേശഭരിതരായി. ഇത് അണികളെ ആവേശഭരിതരാക്കാനാണെങ്കിൽ അതും വളരെ മോശമാണ്. അതല്ല, സ്വയം ഇങ്ങനെ സന്തോഷിക്കുകയാണ്, എന്നോടൊപ്പം ഇത്രയും ആളുകൾ ഞാൻ പറ്റിക്കുമ്പോൾ പറ്റാനായിട്ട് വന്ന് വെയിലത്ത് നിൽപ്പുണ്ട് എന്നുള്ള ആവേശം. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുമ്പോൾ പ്ലസ് ഒരു മാർക്ക് കൂടെ. എങ്ങനെ? വർഗീയത എന്ന മാർക്ക് കൂടെ. പിന്നെ ഈ അനിൽ ആൻ്റണിയും നമ്മുടെ സുരേഷ് ഗോപിയും പറയുന്ന വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സോണിയാഗാന്ധിയെ അങ്ങേയറ്റം കുറ്റം പറയുന്നവരാണ് പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അനിൽ ആൻ്റണി എന്ത് രാഷ്ട്രീയ യോഗ്യതയിന്മേലാണ് സീറ്റ് നേടിയത്? ആൻ്റണിയുടെ മകൻ എന്ന ഒറ്റ കാരണത്താണ്. അത് തന്നെ കാണിക്കുന്നത് പാപ്പരത്തം നിറഞ്ഞ ഒരു നയത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അതുകൊണ്ട് ഈ രണ്ട് കക്ഷികളും ജയിച്ചു വരരുതേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ദൈവമില്ല. ആഗ്രഹിച്ച് ഇല്ലാണ്ട് ചെയ്യാനും ആവില്ല. ജയിക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഇനി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞില്ലല്ലോ. ഒരു ഈ ബാലൻസ് കെ നായർ വേണമല്ലോ. നമുക്ക് കൊല്ലത്തേക്ക് വരാം. കൊല്ലത്തേക്ക് വന്നാൽ മുകേഷ് നല്ല സിനിമാ നടനാണ്. അത് കഴിഞ്ഞ് പ്രേമചന്ദ്രൻ, അത് കഴിഞ്ഞ് കൃഷ്ണകുമാർ. ഈ രണ്ട് നടന്മാരോടൊപ്പം ഒരു രാഷ്ട്രീയ നടൻ കൂടിയാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ്റെ വല്ലാത്ത വർത്തമാനത്തിൽ വീണുപോയ ഒരാളാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സരിതാ വിഷയത്തിൽ എത്ര ആവേശകരമായ രക്തത്തിളപ്പുണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം നമ്മോട് സംസാരിച്ചത്. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കളം മാറ്റി ചവിട്ടി. കാരണങ്ങൾ ഒരുപാട് കണ്ടെത്താം. LDFും UDFും തമ്മിൽ നേരിയ വ്യത്യാസം പോലും തൽക്കാലമില്ല എന്നുള്ള കാര്യം
പ്രേമചന്ദ്രന് അറിയാത്തതല്ല. ഇപ്പം ലാഭം എവിടെ കൂടുതലാണ്. ഇപ്പം പ്രധാനമന്ത്രിയെ കണ്ടു, BJPയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ സംശയാലുമാണ്. പോകില്ല എന്ന് പറയാൻ എനിക്കാവില്ല. അങ്ങനെയാണ് ഇപ്പം കോൺഗ്രസ്സിനും കോൺഗ്രസ്സിനെ പിന്തുണയ്ക്കുന്നവരും എന്തിന് LDFിലെ ചില കക്ഷികൾ. അപ്പം നടൻ മുകേഷ്, അദ്ദേഹം ഞാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞ അതേ അഭിപ്രായങ്ങൾക്ക് ഒരു 80-70% അദ്ദേഹത്തിൻ്റെ കൂട്ടയിൽ കൊണ്ടിടാം. ഞാനിന്ന് ആലോചിച്ചു, അദ്ദേഹം ജയിച്ച് MP ആയാൽ കൊല്ലക്കാർക്ക് എന്താണ് ഗുണമുണ്ടാകുമോ? തീർച്ചയായിട്ടും ഗുണമുണ്ടാകും. ആർക്ക്? അത് മുകേഷിന് തന്നെയാണ്. മുകേഷിൻ്റെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ കാണുന്നത്, ഞാൻ കൊല്ലക്കാരനാണെങ്കിൽ ഒരിക്കലും മുകേഷിന് ഞാൻ വോട്ട് ചെയ്യില്ല. അദ്ദേഹം ദിലീപിന് വേണ്ടി ആവേശഭരിതമായി ചാടിക്കയറി സ്ത്രീ വിരുദ്ധത മുട്ടി നിൽക്കുന്ന ഒരു നടൻ, നല്ല നടൻ. പിന്നെ കൃഷ്ണകുമാരെക്കുറിച്ച് പറയാനില്ല. അദ്ദേഹം ഒരു ഭാഗ്യാന്വേഷണിയാണ്. ഭാഗ്യാന്വേഷിച്ച് ചേക്കേറിയ ആളുടെ കൂട്ടത്തിൽ അദ്ദേഹവും ജയിക്കാൻ പോണില്ല. ജയിക്കുന്നത് പ്രേമചന്ദ്രനോ അല്ലെങ്കിൽ മുകേഷോ ആയിരിക്കും. മുകേഷിനെ നിർത്താൻ കാരണം പ്രേമചന്ദ്രൻ്റെ സ്വാധീനത്തെ ഒന്ന് ഉലയ്ക്കാൻ വേണ്ടി MLA ആയിട്ട് പോലും ഒരു സെലിബ്രിറ്റിയെ, ഒരു സിനിമാ നടനെ കൊണ്ട് നിർത്തി LDF ഒരു പൊറാട്ട് നാടകം കളിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇതിൽ 2 പേരിൽ ആരെങ്കിലും ഒരു ജയിച്ചു വന്നാലും കൊല്ലക്കാർക്ക് ഒരു പ്രത്യേകതയുമില്ല. അത് നമ്മുടെ കൃഷ്ണകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു പോലും, നിങ്ങൾ വിടുവായത്തം പറയുന്ന ആളാണ്. വിടുവായത്തമാണെങ്കിലും പറഞ്ഞത് ശരിയാണ്. അധികം സംസാരിക്കുന്നില്ല, എനിക്ക് ക്ഷീണം തോന്നുന്നുണ്ട്. ഞാനിനി 1-2 മിനിറ്റ് സംസാരിച്ച് നിർത്താം. ക്ഷീണം മാറിയതിന് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കുറേ സംസാരിക്കാനുണ്ട്. ഇനി എൻ്റെ നിയോജക മണ്ഡലം തിരുവനന്തപുരം. ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPI നിർത്തുന്ന കുറ്റിച്ചൂലുകൾക്ക് വോട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. ഇപ്രാവശ്യം അത് പാടില്ല എന്ന് തീരുമാനിച്ചു. ശശി തരൂർ എനിക്കിഷ്ടമുള്ള ഒരു നേതാവാണ്. പക്ഷേ സ്ത്രീ വിഷയത്തിലും മറ്റു പല കാര്യങ്ങളിലും തീർത്തും വലതുപക്ഷ നിലപാടെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പറ്റില്ല. BJP സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾക്കധികം മനസ്സിലാക്കണമെങ്കിൽ വീറോടെ, വാശിയോടെ, നേരോടെ, നിർഭയം പറഞ്ഞുകൊണ്ടിരുന്ന ഏഷ്യാനെറ്റ് കണ്ടാൽ മതി. ഇതെല്ലാം ചോർന്നുപോയ അവസ്ഥയാണ്. EDയെക്കുറിച്ചുള്ള, ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുള്ള അവരുടെ ചർച്ച കേട്ട് കഴിഞ്ഞാൽ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നത് എത്ര മനോഹരമായിരിക്കുമെന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം ഒരു കോർപ്പറേറ്റ് അധിപനാണ്. കേരളത്തിൽ ഇതേവരെ ഏഷ്യാനെറ്റിന് സ്വാതന്ത്ര്യം നൽകി ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ അനുവാദം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി അത് തൽക്കാലമെങ്കിലും ഏഷ്യാനെറ്റിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പരാജയപ്പെടട്ടെ. ഏഷ്യാനെറ്റിലെ എൻ്റെ കുറേ സുഹൃത്തുക്കളായ പുലികൾ അവരുടെ വേട്ട നിർഭയം തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പന്ന്യൻ രവീന്ദ്രന് വോട്ട് ചെയ്യും. അദ്ദേഹം ഇന്ന് ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരു 1000 രൂപയെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ട്. CPI CPM എന്ന കക്ഷികളോടുള്ള കൂറല്ല, തമ്മിൽ ഭേദം ഇടതുപക്ഷം എന്ന ധാരണയുമല്ല. ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു രാഷ്ട്രീയ തലമുറയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയാം. അദ്ദേഹം എന്നെ ഓർമ്മിക്കണമെന്നില്ല. എപ്പോൾ കണ്ടാലും വളരെ സൗഹൃദപരമായി തോളിൽ കൈയിട്ട് തന്നെ കുറേ TV ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്.
അദ്ദേഹത്തിനോട് ഞാനൊരിക്കൽ ചോദിച്ചു, നിങ്ങൾ എന്നെ നിങ്ങളുടെ പാർട്ടിയിൽ ചേർക്കുകയല്ല വേണ്ടത്, നിങ്ങളിത് മനസ്സിലായി ചേരുകയാണ് വേണ്ടത്. സുഖിപ്പിക്കാൻ വേണ്ടി പോലും വാസ്തവം പറയാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം പൊലിപ്പിച്ചു കാണിക്കുന്നതാണോ? തീർച്ചയായിട്ടും എനിക്ക് അതിൽ കുറേയൊക്കെ സംശയമുണ്ടെങ്കിലും എനിക്കറിയാവുന്ന പന്ന്യൻ രവീന്ദ്രൻ മറ്റു രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും വിഭിന്നമായി അന്യം നിന്നു പോകുന്ന ഒരു തലമുറയുടെ സുതാര്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഇങ്ങേയറ്റത്തെ കണ്ണിയായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ചിലപ്പോൾ എന്ന് പറയാൻ ഇനി ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയ വികാസങ്ങളൊക്കെ എനിക്ക് കാണേണ്ടതുണ്ട്. ഇനി പന്ന്യനെതിരെ വരുന്ന ആരോപണങ്ങൾ കേൾക്കാനുണ്ട്. അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് പതിവ് ശൈലി തെറ്റിക്കാതെ LDF നിർത്തുന്ന കുറ്റിച്ചൂലിനല്ല, കുറ്റിയുള്ള മനുഷ്യന് ഞാനിപ്രാവശ്യം വോട്ട് ചെയ്യും. ഇത് എൻ്റെ LDF അനുകൂല നിലപാടല്ല. ഞാൻ LDFിൽ നിന്നും UDFിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, അവരെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ള ആളല്ല. ഇപ്പോൾ മുമ്പ് അങ്ങനെയല്ലായിരുന്നു. BJPയെക്കുറിച്ച് പറയുകയേ വേണ്ട. അതുകൊണ്ട് ആരോഗ്യം മെച്ചപ്പെടുമെങ്കിൽ 2 വർത്തമാനം കൂടെ പറയാം. താങ്ക് യു.